വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന ആവശ്യം. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ പ്രിയങ്ക വാദ്രയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ ചേർത്തു എന്നാണ് പരാതി. NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിൽ ഇപ്പോൾ മറ്റ് വിവരങ്ങൾ ലഭ്യമാണോ? ഹൈക്കോടതിയുടെ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ദേവിക, അതായത് വയനാട്ടിലെ പ്രിയങ്ക വാദ്രയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രസ്തുത ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് എതിർകക്ഷിയായിട്ടുള്ള പ്രിയങ്ക വാദ്രയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ, അതായത് ഇനി ഈ ഹർജി പരിഗണിക്കുന്നത് ഓഗസ്റ്റിലാണ്. ആ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഹർജിയിന്മേലുള്ള ആക്ഷേപങ്ങളിന്മേലും ആരോപണങ്ങളിന്മേലും വ്യക്തമായിട്ടുള്ള മറുപടി പ്രിയങ്ക വാദ്ര നൽകണമെന്നുള്ളതാണ് ഈ നോട്ടീസിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്തായാലും എതിർകക്ഷിയായിട്ടുള്ള പ്രിയങ്ക വാദ്രയ്ക്ക് നോട്ടീസ് ഹൈക്കോടതി അയച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹർജി, നവ്യ ഹരിദാസിന്റെ ഹർജി ഹൈക്കോടതി നിലവിൽ ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഹർജിയിലെ ഒരു ആരോപണം എന്ന് പറയുന്നത്, നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച നടപടി അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാകും എന്നുള്ളതാണ് ഹർജിക്കാരുടെ പ്രധാനമായിട്ടുള്ള വാദം. റോബർട്ട് വാദ്രയുടെ പേരിലുള്ള മറ്റു രാജ്യങ്ങളിലെ സ്വത്തുക്കളുടെ വിവരങ്ങളോ വിശദാംശങ്ങളോ ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. കളക്ടർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രിയങ്ക വാദ്ര പറഞ്ഞിരുന്നത് തനിക്ക് 11.98 കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്നതാണ് പറഞ്ഞിരുന്നത്. അതുകൂടാതെ തന്നെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ ആസ്തി 65.55 കോടി രൂപയാണ് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെ സ്വത്ത് വിവരങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള ആസ്തി വിശദാംശങ്ങളോ ഒന്നും തന്നെ ഈ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. അത് തന്നെയാണ് പെരുമാറ്റച്ചട്ട ലംഘനമായിട്ട് നവ്യ ഹരിദാസ് ഉയർത്തിക്കാണിക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജി ഫയലിൽ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ എതിർകക്ഷിയായിട്ടുള്ള പ്രിയങ്ക വാദ്രയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയുമാണ്. ഇനി പ്രിയങ്ക വാദ്ര ഈ ഒരു ഹർജിന്മേലുള്ള നവ്യ ഹരിദാസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതായത് ഈ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്നുള്ള ആരോപണത്തിന്മേൽ വ്യക്തമായിട്ടുള്ള മറുപടി 2 മാസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ നൽകണം.